ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വന്നു. നമ്മൾ പുറത്ത് പോകാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഇപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് റെഡിയായിട്ട് ആശായിട്ട് ഇരിപ്പുണ്ട്. പിള്ളേരെയൊക്കെ റെഡിയാക്കാനായിട്ട്. ആക്ച്വലി പുറത്തല്ല, വാഗമണ്ണിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. അവൾ 2-3 ദിവസം കൊണ്ട് പറയുന്നു അവൾ ഇവിടെ ഇരുന്ന് ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുമല്ലേ പിള്ളേരെ നോക്കി. അപ്പോൾ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ പോയാലോ, ഞാൻ വാഗമണ്ണ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് നോക്കാം, കാണാം. ഹായ് ഷിട്ടാ, റെഡിയായോ? എന്നാൽ നീ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൂടെ പാക്ക് ചെയ്ത് വെച്ചോ. നീ റെഡിയായോ? പുറത്തു പോയാലോ നമുക്ക്? ചുമ്മാ ഒന്ന് വാഗമൺ വരെ പോയിട്ട് വരാം. കുറച്ച് ദിവസം കൊണ്ട് ബോറടിച്ചിരിക്കുകയല്ലേ. പോവാം, വാഗമണ്ണിൽ പോവാം. എടുത്തു വെച്ചിട്ട് പോവാം. അങ്ങനെ ഭാര്യ ഒരു പ്രൊഫഷണലാണെന്ന് തെളിയിച്ചിരിക്കുന്നു. 1 മണിക്കൂറിനകത്ത് ഭാര്യ ബാഗെല്ലാം പാക്ക് ചെയ്ത് പിള്ളേരുടെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, സോ ഞങ്ങൾ ഇറങ്ങി. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തു. ഇനിയും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ അതിനെ പറ്റി നോ ഐഡിയ. സോ ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ഇതിന് ഞാൻ നേരത്തെ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നു, മറ്റവന്റെ ചെവി പിടിച്ചിരിക്കാണ്. ഉറങ്ങും. നമ്മൾ പോയിട്ടുള്ള ഓർമ്മയുണ്ടോ? ഹെയിലെന്നോ അവിടെ പോകുന്നു. ഞങ്ങൾ ആക്ച്വലി പോയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇവള് 2 ദിവസം കൊണ്ട് ഒന്നും പറഞ്ഞൊന്നും ഇല്ല. പക്ഷെ എനിക്കൊന്ന് തോന്നിയായിരുന്നു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചെന്തോടി, കിച്ചണിലൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവായിരുന്നു. ഇങ്ങനെ ബോറടിക്കുമായിരുന്നു എനിക്ക്. ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് ബോറടിച്ചോ എന്നൊക്കെ ചോദിച്ചിരിക്കുവായിരുന്നു. അപ്പം പറഞ്ഞു ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ ഹെയിലുകാർ വിളിച്ചപ്പോഴത്തേക്ക് ഓരോ റൂം അവിടെ ബാക്കിയുണ്ട്. ഓക്കെ ബുക്ക് ഇതാ വരുന്നു. അങ്ങനെ കുറച്ച് ടൈം എടുക്കും ആക്ച്വലി. പിന്നെ പിള്ളേരെയും കൂടെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ട് തന്നെ നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ഏത് സമയത്ത് എത്താൻ പറ്റും എന്ന് നോ ഐഡിയ. സോ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ ആയിട്ടില്ല ആക്ച്വലി. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയൊക്കെ ചെയ്തു. പക്ഷെ പയ്യെ പോകാൻ പറ്റുന്നുള്ളൂ. കാര്യം ഈ 2 മാക്കറികളെയും കൊണ്ട് പോകണ്ടേ. ഒരു മാക്കറി ഉറക്കത്തിൽ എന്തൊക്കെയോ കിടന്ന് വിളിക്കുന്നുണ്ട്. മറ്റേ ആളിപ്പോ അതെ, അവന് മൗണ്ടൻ ഭയങ്കര ഇഷ്ടമായി അല്ലേ അങ്ങോട്ടാ? എത്ര ഇഷ്ടമാ മൗണ്ടൻ? ഒത്തിരി എണ്ണോ? ഒത്തിരി എണ്ണോ. ചായ കുടിക്കാൻ നിർത്തി. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയായിരുന്നു. ആര്യ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. തരുൺ ആന്റിയുടെ കോൾ ആഡ് ചെയ്യാൻ ശ്രമിച്ച പക്ഷെ അവ എടുത്തിട്ടില്ല. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാട്ടോ. സോ അങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്തു. നേരമായിട്ട് പറയുവാണ് ഷവർമ വേണം. ഞാൻ കണ്ടില്ല, അതാണ് സത്യം. അല്ലെങ്കിലും അവള് കാണത്തില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചോദിക്കുമ്പോൾ അവള് കാണത്തില്ല. സോ ബേക്കറി തപ്പാൻ പറഞ്ഞു കുറെ നേരം. അല്ല, നമുക്ക് എല്ലാവർക്കും തിന്നാനാ. അതിന് വേണ്ടി കൊറേ ഞാൻ നോക്കി കൊറേ നിർത്തുന്നില്ല. അവസാനം ഞാൻ ഒരെണ്ണം പറഞ്ഞ് നിർത്തി, അത് മേടിച്ചു. ആ ഗ്യാപ്പിലൊന്നും ഞാൻ ഷവർമയുടെ ഒന്നും കാണാൻ. സോ ഷവർമയുടെ അത് കാണുവാൻ നിർത്തണം ഗൈസ്. ഷവർമ ഉണ്ടാക്കത്തൊന്നും കാണിക്കത്തില്ല കേട്ടോ. എനിക്ക് ഞാൻ തിന്നുന്നതിൽ ബിസി ആയിരിക്കും. ഇവിടെ ഇങ്ങനെ അങ്ങനെ പറയുമല്ലോ. സോ അതായിട്ട് ഇരിപ്പുണ്ട്. അടുത്ത ആളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉറങ്ങാനാണെന്ന് തോന്നി. ഇനി ഒന്നുകൂടെ പാലൊന്നും കുടിക്കാതെ ആൾ ഉറങ്ങില്ല. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ മാഗി കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ ഒരാൾക്കാരുടെ ബബിളൊക്കെ മേടിച്ചു കൊടുത്ത് കാണിച്ചു ചെയ്യാൻ കൂട്ടാ. ബബിൾ ഇരിക്കുന്നവളെ കണ്ടോ ഗൈസ്? ഇവള് ഹൈ റേഞ്ച് വരുന്നത് തന്നെ വേണ്ട ഈ സാധനം തിന്നാൻ വേണ്ടി മാത്രമാണ്. വേണ്ട, വേറൊരു മാഗി പ്രാന്തനോടെ ജീവൻ എടുത്തിട്ടുണ്ട്. ജീവൻ എടുക്കുകയല്ല, എന്തോ പറയുന്നു, എന്തോ
ഒരു വേറൊരു മാഗി ഭ്രാന്തനൂടെ ബോണായിട്ടുണ്ട്. വാഗമണ്ണിലെത്തി. ഇതേ ഒരാള് കുറെ നേരത്തിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ വല്ലതും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാ അറിയത്തില്ല. നിങ്ങളുടെ റൂം താഴെ പൂൾ ആളുണ്ട്. ഇവിടെ തന്നെ ഇതിനു മുമ്പ് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇവള് പ്രഗ്നന്റ് ആയിരുന്നു. 4 മാസം സമയമുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവന് 4 മാസമായപ്പോ ഞങ്ങൾ ഇവിടെ എത്തി. അന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കിയപ്പോൾ മുകളിൽ ഇവിടെ നല്ല ഏരിയ ഇല്ല. അപ്പൊ ഞങ്ങൾ ഓർത്തിപ്പോ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. സോ ഇത്തവണ എന്തായാലും ഇതേ ഉണ്ടായിരുന്നുള്ളൂ വേക്കൻറ്റ്. അതുകൊണ്ട് ഇത് തന്നെ സെറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഇത് ഹെയിൽ എന്ന് പറഞ്ഞ ഹെയിൽ വാഗമൺ. നല്ല റിസോർട്ട്. ആക്ച്വലി നല്ല റിസോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങൾ നടക്കാനൊരു നമ്മളിപ്പോൾ ആക്ച്വലി സ്റ്റേക്കേഷനാണ് വന്നത്. ജസ്റ്റ് സ്റ്റേ കാര്യങ്ങൾ അങ്ങനെ മാത്രമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ആക്ച്വലി അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇത് മതി ധാരാളം. ഇത് ആക്ച്വലി നല്ല ഒരു പ്രോപ്പർട്ടി. ഈ റൂമിന് 4500 ആണ്. താഴത്തെ റൂമിന് 3500 ഉള്ളൂ. ഞങ്ങൾ ഇനി അടുത്തത് ഇത്രയും ലേറ്റ്. ഞങ്ങൾ ആക്ച്വലി 3 മണിക്കൂർ കൊണ്ട് വരേണ്ടത് 5 hours എടുത്ത് കഴിഞ്ഞു. ഇവന്മാരെ കാരണം നിർത്തി ഒരുത്തം കിടക്കുന്നുണ്ടല്ലേ? കിടക്കുന്നുണ്ടോ അവനെവിടെ? അവൻ അയ്യോ ഞാൻ വീണേന്നും പറഞ്ഞ് കിടക്കുക. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാം. കിട്ടാ റൂഹാന്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, എടുത്ത് മാറ്റി കൊടുക്കുക. അല്ലാതെ കണക്ക് എനിക്ക് ഡ്രസ്സ് എടുത്ത ഞാനാ നിന്റെ ഫസ്റ്റ് ബേബി. നീ എന്റേത് എടുത്ത എന്നിട്ട് നീ നിന്റേത് എടു. എന്നിട്ട് നാളെ രാവിലെ ഞാൻ നിന്റേത് എടുത്തു തരാം. ഇവിടെ ഞാനെന്ന് പറഞ്ഞൊരു മനുഷ്യജീവിയുണ്ട്. ആരും ഡ്രസ് എടുത്തരല്ല. ഏറ്റില്ല. എന്റെ പാട്ടാണ് എന്റെ. അത് സത്യം കേട്ടോ. ഈ ലോകത്ത് എന്റെ പാട്ട് എൻജോയ് ചെയ്യുന്ന ഒരേ ഒരാൾ ഇവനാണ്. ഞാൻ ഏത് പാട്ട് പാട്ടി കൊടുത്താലും ചിരിച്ചോണ്ട് കേട്ടോണ്ടിരിക്കും. ഒരു റിയാക്ഷൻ ചിരിച്ചോണ്ടാ തോന്നുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ ഫുഡ് എത്തി. ഇയാൻകൂട്ടം വന്ന് ഇരുന്ന് കഴിഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട്. പൊറോട്ടയാ ഇന്ന് അവൻ കഴിക്കുന്നത്. സാധാരണ ഒന്നും കൊടുക്കുന്നതല്ല, എന്നാലും ഇന്ന് പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞു. അല്ലെ മമ്മൂഞ്ഞ് അവിടെ റൂഹാനെ ഉറക്കാനായിട്ടുള്ള ശ്രമം ആട്ടല് തുടങ്ങി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ട് കാണിച്ചു തരാം. വെയിറ്റ്. നിങ്ങളങ്ങനെ ഉറപ്പ് എണീറ്റു. ഇന്നത്തെ പരിപാടി വേണ്ട. ക്ലൗഡ്സ് കണ്ട? ക്ലൗഡ്സിന്റെ മുകളിലാണ് നമ്മള്. എങ്ങനെയുണ്ടാ? അടിപൊളിയാണോ? മൗണ്ടൻസ് ഒക്കെ കാണാമോ? നമ്മൾ ഒരു മൗണ്ടന്റെ മുകളിലാ. ബാക്കി മൗണ്ടൻസ് കാണാമോ ഗൈസ്? ഇവിടെ മൊത്തം ഇത് വന്ന് മൂടി. കുറച്ചുകൂടെ മുമ്പേ ഞങ്ങളെടുത്ത വീഡിയോയിലെല്ലാം കാണാമായിരുന്നു. ഇപ്പം എല്ലാം മാറി. അമ്മുഞ്ഞ റൂഹാനും അവിടെ കട്ടിലിരിക്കുക. റൂഹാനും എല്ലാം കാണണമെന്നുണ്ടെന്ന് തോന്നുന്നു. രാവിലെ കഥ പൊന്നെവിടെ
റുഹാനി റുഹാനെ ഇതാണ് ഇവിടുത്തെ പൂളിൽ കിടന്നുണ്ടെങ്കിൽ കാണാം, അടിപൊളിയാണ്. ഒരാൾ കഴിച്ചു തുടങ്ങി. അപ്പനും മോനും പൂളിൻ്റെ അവിടെ ഇരിക്കും. ഇറങ്ങത്തില്ല, തണുപ്പാണ്, 13 ഡിഗ്രി ഉണ്ട്, 14 ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങാതിരുന്നതാണ്. ഇപ്പം അതേണ്ട ഇറങ്ങി. റൂബബൈൻ എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇങ്ങനെ കുട്ടിച്ചാത്തൻ. ഹായ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഹായ്. ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിനി ഇനി തിരിച്ച് കൊച്ചിയിലേക്ക്. ഏത് ബിൽഡിങ്ങ? അല്ല, മൊത്തത്തിൽ ഇവിടെ 6 റൂംസ് അങ്ങനെ. ഓക്കെ, ഞങ്ങളിനി ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രാന്തിയെ കണക്കിരിക്കുന്ന ജൂഡി, റൂബബ. ഞങ്ങളുടെ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ ഈ അങ്ങോട്ടം കരഞ്ഞു തുടങ്ങി ഗായ്സ്. അവർക്കത് ഞാനും ഭ്രാന്തനെ പോലെ ഇല്ല കേട്ടോ. എറണാകുളത്ത് ഞങ്ങൾ എന്തായിരുന്നു ഇഷ്ടം, അൽത്താസാണ്. അൽത്താസയിൽ വന്ന് ഷവർമ അടിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴി, ഞങ്ങളല്ല, ഷവർമ വേണം എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ അവസാനം എന്തായാലും തിരിച്ചു വന്നപ്പോൾ ഞങ്ങളത് നടപ്പിലാക്കി. ഹാപ്പി? ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.